എരിവും പുളിയും ഒക്കെ നല്ലവണ്ണം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു നല്ലൊരു ചമ്മന്തിയാണിത്, സവാള ചമ്മന്തി. തക്കാളി ചേർക്കാതെ ചെയ്തെടുക്കുന്ന സവാള ചട്നിയാണിത്. പലരും പല രീതിയിലായിട്ട് സവാള ചട്നിയൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കിക്കോളൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഒരല്പം എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചാൽ കൂടുതൽ നല്ലതായിരിക്കും. തീയെ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കുക. കൂടെ തന്നെ 6-7 വറ്റൽമുളക് ചേർക്കുക. എരിവിനനുസരിച്ച് ചേർക്കുക. അതേ കുറഞ്ഞ തീ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഉഴുന്നുപരിപ്പ് മൂത്തിട്ട് കളറൊന്ന് മാറാനായിട്ട് തുടങ്ങും, ഒന്ന് ചുവന്ന് വരാനായിട്ട് തുടങ്ങും. എല്ലാ പരിപ്പും ഒരുപോലെ മൂത്ത് കിട്ടണം. ചട്നിക്ക് നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ 2-3 കാശ്മീരി മുളക് കൂടി ചേർക്കാവുന്നതാണ്. ഇതാ പരിപ്പ് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 നുള്ളു കായം ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഇതാ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. കൂടെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് ഇടിച്ച് ചേർക്കുക, ഇല്ലെങ്കിൽ ഒന്ന് കീറിയിടുക. ഇനി സവാളയൊന്ന് വഴന്ന് വരണം. ഒത്തിരി ഒന്നും വഴന്ന് വരേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടാകുമ്പോൾ സവാളയുടെ ആ പർപ്പിൾ കളറിനൊന്നും മാറ്റം വരും. അത്ര മതിയാകും. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരല്പം പുളി ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയോടെ ചേർക്കുക. ഇനി വഴറ്റിയെടുക്കുക. സവാളയുടെ കൂടെ തന്നെ പുളി ചേർക്കുകയാണെങ്കിൽ സവാള വഴന്ന് വരുന്ന നേരം കൊണ്ട് ആ പുളിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിക്കോളും. ഒത്തിരി പുളി ചേർക്കാതിരിക്കുകയാണ് ഇതിന് നല്ലത്. ഇതാ സവാളയുടെ കളറ് മാറി വന്നിട്ടുണ്ട്. കൂടെ ഉഴുന്നും സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാ ഇത്രയും മതിയാകും. സവാളയും ചെറുള്ളിയൂടെ ചേർത്ത് മിക്സ് ചെയ്തായാലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരല്പം മല്ലിയില ചേർക്കാം. മല്ലിയില ചേർത്ത് ഒത്തിരി വഴറ്റിയെടുക്കണ്ട. ഇതാ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ആ സവാളയുടെ ചൂട് കൊണ്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിൽ ഒരൈറ്റം കൂടെ ചേർക്കാനുണ്ട്. നന്നായിട്ട് ആറി വരട്ടെ. ഇതാ ഇതുപോലെ ഒന്ന് നിരത്തിയിടാം. ഇനി ഇതാ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട്. ആദ്യമേ മുളകെല്ലാം ഇടുക, അതിന് മുകളിലായിട്ട് സവാള ഇടുക. അപ്പം മുളക് നന്നായിട്ട് അരഞ്ഞു വരും. ആദ്യം അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. എത്ര അരയാൻ പറ്റുമോ അത്രയൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ അരയാൻ മാത്രം ആവശ്യമുള്ള വെള്ളം ചേർക്കുക. കൂടെ തന്നെ ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടി ഒരല്പം ശർക്കരപ്പൊടി കൂടി ചേർക്കുക. ഇനി ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒത്തിരി അങ്ങ് വെണ്ണ പോലെ അരച്ചെടുക്കണ്ട, അല്പം തരിതരിപ്പായിട്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത്. നല്ല കളർ കിട്ടുന്ന മുളകാണെങ്കിൽ ചട്നിക്ക് ഇതിലും നല്ല ചുവപ്പ് കളർ കിട്ടും. ഈ ഒരു പരുവത്തിലോ ഒരല്പം കൂടി ലൂസാക്കിയോ അതായത് കുറച്ച് കട്ടിയാക്കി എടുക്കുന്ന ചട്നിയാണിത്. ഒത്തിരി ലൂസാക്കി എടുക്കരുത്. ഇതാ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അല്പം കൂടി ഒന്ന് ലൂസാക്കി എടുക്കുവാണ്. ഇതാ ഈ ഒരു പരുവം വരെ ഇത് ലൂസാക്കി എടുക്കുക. ഒന്നുകിൽ നല്ല കട്ടിക്കെടുക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു പരുവം വരെ എടുക്കണം. ഒത്തിരി ലൂസാക്കരുത്. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉപ്പ് കുറച്ചുകൂടി ആവശ്യമായിട്ട് വരും. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ചട്നി ഞാൻ ചൂടാക്കാറില്ല. തിളപ്പിച്ച് ആറിച്ച വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വൈകുന്നേരം വരെയും കെട്ടുപോകാതെ ഇരിക്കും. ഇതാ കടുക് താളിക്കാനായിട്ട് ഒരല്പം വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഒരല്പം ഉഴുന്നൂടെ ചേർത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 2-3 നുള്ളു കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് ഇളക്കിയെടുത്തു. ഒരുപാട് വെറൈറ്റി ചട്നി റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കൈവശം ഇപ്പോൾ തക്കാളി ഇല്ലാത്ത സമയത്തോ ഉഴുന്നുപരിപ്പില്ലാത്ത സമയത്തോ തേങ്ങ ഇല്ലാത്ത സമയത്തോ ഒക്കെ അരയ്ക്കാൻ പറ്റിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചട്നീസ് ചാനലിലുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. കൂടെ തന്നെ കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.